കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയിൽ നാഗാരാധനയുടെ പവിത്രമായ പാരമ്പര്യം പേറി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ആ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത്. പ്രകൃതിയും ദൈവികതയും ഒന്നായി ചേരുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭയമല്ല, ഭക്തിയാണ് ഇവിടുത്തെ ഓരോ കല്ലിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർപ്പക്കാവുകളിൽ ഒന്നാണ് മണ്ണാറശാല. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നിബിഡമായ സർപ്പക്കാവാണ്. ഏകദേശം 30 ഏക്കറോളം വരുന്ന ഈ കാവിൽ വഴി ഇരുവശങ്ങളിലും മരച്ചുവട്ടിലുമായി 30,000-ലധികം നാഗപ്രതിമകൾ. ഇത്രയും അധികം നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഈ നാഗദൈവങ്ങളെല്ലാം ഇവിടുത്തെ മണ്ണിലും പ്രകൃതിക്കും കാവലായി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. മണ്ണാറശാല ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം കേരളത്തിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ടതാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്നും കരയെടുത്തപ്പോൾ ഉപ്പിൻ്റെ അംശം കാരണം ഭൂമിയിൽ വാസയോഗ്യമല്ലായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുവാനായി പരശുരാമൻ നാഗരാജാവായ വാസുകിയെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. തുടർന്ന് നാഗരാജാവ് ഈ ഭൂമിയിൽ കുടികൊള്ളാൻ സമ്മതിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. പരശുരാമൻ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രധാന പ്രതിഷ്ഠകൾ ശിവസർപ്പമായ വാസുകിയും നാഗയക്ഷിയുമാണ്. ഇല്ലത്തെ നിലവറയിൽ ആദികേശൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ സർപ്പമായ അനന്തനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂജാക്രമങ്ങൾ തന്നെയാണ്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാകർമ്മങ്ങൾ നടത്തുന്നത് ഇല്ലത്തെ ഏറ്റവും മുതിർന്ന അന്തർജനമാണ്. ഈ അന്തർജനത്തെ ഭക്തർ വലിയമ്മ എന്നാണ് വിളിക്കുന്നത്. സന്താന സൗഭാഗ്യമില്ലാതെ കഴിയുന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് നാഗരാജാവ് മകനായി പിറന്നു എന്നും ആ സർപ്പബാലൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇല്ലത്തെ അമ്മമാർ പൂജ നടത്തുന്നത് എന്നും ഐതിഹ്യമുണ്ട്. വളർന്നു വരുമ്പോൾ നാഗബാലൻ ഇല്ലത്തെ നിലവറയിൽ ധ്യാനസ്ഥനായി കുടികൊണ്ടു. ആ നിലവറയിലെ പൂജകൾ പോലും വല്യമ്മ നടത്തുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ പാരമ്പര്യം ലോകത്ത് തന്നെ അപൂർവമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമായ വഴിപാടാണ് നൂറും പാലും. സർപ്പദോഷങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ എന്നിവ മാറാനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഭക്തർ ഇത് സമർപ്പിക്കുന്നത്. അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇവിടെ എത്തി ഉരുളി കമഴ്ത്തി പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കും എന്നും ഒരു വിശ്വാസമുണ്ട്. കുഞ്ഞുണ്ടായാൽ തിരികെ ഉരുളി നിവർത്തി പായസം വെച്ച് നാഗദൈവങ്ങൾക്ക് നിവേദിക്കുന്നു. തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാല ആയില്യം എന്നറിയപ്പെടുന്ന ഈ ദിവസം വലിയമ്മ നാഗരാജാവിൻ്റെ തിടമ്പേന്തി ക്ഷേത്രത്തിൽ നിന്നും ഇല്ലത്തെ നിലവറയിലേക്ക് എഴുന്നള്ളുന്ന ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നു. സർപ്പബലിയും ആയില്യത്തിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. ഈ പുണ്യദിനത്തിൽ അമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയാൽ സർപ്പദോഷങ്ങൾ അകലുന്നു, സർവ്വ ഐശ്വര്യങ്ങളും കൈവരുമെന്നും വിശ്വാസം ഉണ്ട്. നാഗദൈവങ്ങളുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം വിശ്വാസികൾക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമാണ്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ വീഡിയോയിൽ ധാരാളം മാക്സിമം നമ്മൾ മണ്ണാറശാലയിലെ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തവർക്ക് മനസ്സിലാവും. അതിൻ്റെ ഏകദേശ ഐതിഹ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലുടനീളം ആ 30 ഏക്കറോളം വരുന്ന ഭൂമി, അതിലെ പച്ചപ്പും മറ്റും നമ്മൾ ഒരുമാതിരിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ കാണിപ്പിക്കുവാനും ഈ കാവിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുവാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസികൾക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമാണ് ഇത്. പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെയും നാഗദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഈ പുണ്യഭൂമി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സർപ്പദോഷങ്ങൾ അകറ്റി ഐശ്വര്യവും സൗഭാഗ്യവും നൽകി നാഗരാജാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതിലും നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനായി നമുക്ക് പ്രചോദനം തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കുക. അപ്പോൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.